ഇപ്പോഴത്തെ വ്യാഖ്യാനങ്ങൾ വരുന്നത് ഈ സർക്കാരിന്റെ അവസാന വർഷമാണ്. ആ ഘട്ടത്തിൽ ഗവർണർ ഏറ്റുമുട്ടലിൽ പോകണ്ട. നിങ്ങൾ വ്യാഖ്യാനിക്കുന്നതിനൊന്നും ഞാൻ ഈ പറഞ്ഞതിൻ്റെ അകത്ത് എവിടെയാണ് ഒത്തുതീർപ്പുള്ളത്? ഞാനല്ലേ പറഞ്ഞത്. ഈ പറഞ്ഞതിൻ്റെ അകത്ത് നിങ്ങളിപ്പോഴും CPM പറ്റിയോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ പറ്റി പറയുമ്പോൾ എവിടെയാണ് ഒത്തുതീർപ്പുള്ളത്? ഇത്രയും ക്ലാരിറ്റി ആയിട്ട് വന്നിട്ടില്ല. ക്ലാരിറ്റി ആയില്ലേ? ഇനിയും വിശദീകരിക്കണോ? ക്ലാരിറ്റിയോടെ വിശദീകരിക്കുന്നതിൽ എനിക്ക് യാതൊരു പ്രയാസമില്ല. അതുകൊണ്ട് വളരെയും വിശദീകരിക്കാം. ഞങ്ങൾ കൃത്യമായ ധാരണയോടുകൂടിയാണ് പറഞ്ഞത്. പറഞ്ഞത് രാജ്ഭവൻ ഒരു RSS കേന്ദ്രമാക്കി ഉപയോഗിച്ച് അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വർഗീയവൽക്കരണത്തിൻ്റെ ഭാഗമാക്കി ഉപയോഗിക്കാൻ പാടില്ല. ഈ പിൻവലിക്കണം, ഗവർണറെ തിരിച്ചു വിളിക്കണമെന്നൊരു ആവശ്യം ഈ ഘട്ടത്തിൽ CPM മുന്നോട്ട് വയ്ക്കാൻ അത് ഈ ഘട്ടത്തിൽ വെക്കുന്നതല്ല. അത് ഒരു ഘട്ടത്തിൽ വിളിച്ചാൽ മാത്രം ഒരു ഗവർണറെ മാത്രമായിട്ട് പിൻവലിക്കാനൊന്നും സാധിക്കുന്നതല്ല. ഭരണഘടനാപരമായ രീതിയിലുള്ള വലിയ മാറ്റം വേണം. എന്നാൽ മാത്രമേ അത് സാധിക്കുള്ളൂ. ഇപ്പോഴും ആ ഒരു മുദ്രാവാക്യം വെച്ചിരിക്കുന്നു, അത്രയേ ഉള്ളൂ. അത് ഞങ്ങളെ പണ്ടേ വെച്ചിട്ടുള്ള മുദ്രാവാക്യമാണ്, ഇനിയും വെക്കാൻ സാധിക്കുന്ന മുദ്രാവാക്യം തന്നെയാണ്. ഇത് ഞങ്ങൾക്ക് ഒരു തർക്കമില്ല.